ചാനൽ ബയോളജി വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് മൈഗ്രേഷൻ ഓഫ് ഫിഷസ് എന്ന് പറയുന്നൊരു സ്മോൾ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ സ്മോൾ ടോപ്പിക്കാണ് എങ്കിൽ പോലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം എന്തിനാണ് ഫിഷസ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? Few species travel long distance moving from place to place in search of food or for breeding. അതായത് ചില സ്പീഷീസ്, ഫിഷസിലെ എല്ലാ സ്പീഷീസും മൈഗ്രേഷൻ ചെയ്യാറില്ല. ഫിഷസിലുള്ള ചില സ്പീഷീസ് ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് അവർ ട്രാവൽ ചെയ്യാറുണ്ട്. അവർ മെയിനായിട്ടും ഫുഡിന് വേണ്ടിയിട്ടും ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ദിസ് മൂവ്മെൻറ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഫിഷസ് ഫോർ ദ പർപ്പസ് ഓഫ് ഫീഡിങ് ഓർ സ്പോണിങ് ഈസ് നോൺ ആസ് മൈഗ്രേഷൻ. അതായത് ഫുഡിൻ്റെ ഫീഡിങ് പർപ്പസിനും സ്പോണിങ്ങിനും വേണ്ടിയിട്ട് ബ്രീഡിങ്ങിനും വേണ്ടിയിട്ട് ലാർജ് നമ്പർ ഓഫ് ഫിഷസ് കൂട്ടമായിട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി മൈഗ്രേറ്ററി സ്പീഷീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു എല്ലാ സ്പീഷീസും മൈഗ്രേറ്റ് ചെയ്യത്തില്ല, ചില സ്പീഷീസ് മാത്രമേ മൈഗ്രേറ്റ് ചെയ്യത്തുള്ളൂ. സെവറൽ സ്പീഷീസ് ആർ മൈഗ്രേറ്റഡ് ഓഫ് മെച്യൂർ അഡൾട്ട്സ് ഫോർ സ്പോണിങ് ആൻഡ് ഫീഡിങ്. ദീസ് ആർ എക്സാമ്പിൾ ഓഫ് മൈഗ്രേറ്ററി ഫിഷസ്. അഡൾട്ട് ഫിഷസ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദ കോഡ്, ദെൻ ഹെറിങ്, ദെൻ സാൽമൺ, ഈൽ, ഹിൽസ, 3 സ്പിൻഡ് സ്റ്റിക്കിൾ ബാക്ക്, ലാംബ്രേസ്, ട്യൂണാസ്. ഇത്രയും ഫിഷസാണ് മെയിനായിട്ട് മൈഗ്രേറ്ററി ഫിഷസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? കോഡ്, ഹെറിങ്, സാൽമൺ, ഈൽ, ഹിൽസ, 3 സ്പിൻഡ് സ്റ്റിക്കിൾ ബാക്ക്, ദ ലാംബ്രേസ് ആൻഡ് ട്യൂണാസ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ദെൻ ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ നോക്കാം. അപ്പോൾ മൈഗ്രേഷൻ മേ ബി ദ ഫോളോയിങ് ടൈപ്സ്. ഏതെല്ലാം തരത്തിലുള്ള മൈഗ്രേഷൻ ഉണ്ട്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അലമെൻ്ററി മൈഗ്രേഷനാണ്. അലിമെൻ്ററി മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്. എന്തിനാണ്? ഫോർ ദ സെർച്ച് ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ. നല്ലൊരു ഫുഡിനും വാട്ടറിനും വേണ്ടിയിട്ടാണ് അലിമെൻ്ററി മൈഗ്രേഷൻ നടക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് ഗ്യാമറ്റിക് മൈഗ്രേഷൻ. ഇറ്റ് ഈസ് ഫോർ ദ റീപ്രൊഡക്ഷൻ, ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഗ്യാമറ്റിക് മൈഗ്രേഷൻ നടക്കുന്നത്. തേർഡ് വൺ ഈസ് ക്ലൈമാറ്റിക് മൈഗ്രേഷൻ. ദാറ്റ് ഈസ് ടു സെക്യൂർ മോർ സ്യൂട്ടബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അതായത് നല്ല ക്ലൈമാറ്റിക് കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ് ക്ലൈമാറ്റിക് മൈഗ്രേഷൻ ചെയ്യുന്നത്. ദ ഫോർത്ത് വൺ ഈസ് ഓസ്മോ റെഗുലേറ്ററി മൈഗ്രേഷൻ. അതെന്താണ്? ഓസ്മോ റെഗുലേറ്ററി പർപ്പസിന് വേണ്ടിയിട്ടുള്ള മൈഗ്രേഷനാണ് ഓസ്മോ റെഗുലേറ്ററി മൈഗ്രേഷൻ. ഇനി പാറ്റേൺസ് ഓഫ് മൈഗ്രേഷൻ നോക്കാം. ദ ഫോം ഓർ പാറ്റേൺ ഓഫ് മൈഗ്രേഷൻ ഡിഫേഴ്സ് ബിറ്റ്വീൻ സ്പീഷീസ് ആസ് വെൽ ആസ് വിത്തിൻ എ സ്പീഷീസ്. അതായത് ഈ മൈഗ്രേഷൻ്റെ പാറ്റേൺ ബിറ്റ്വീൻ സ്പീഷീസ് ആൻഡ് വിത്തിൻ സ്പീഷീസ് തന്നെ ഡിഫറൻ്റ് ആണ്. മേയേഴ്സ് ഹാസ് യൂസ്ഡ് ദ ഫോളോയിങ് ടേംസ് ടു ഡിസ്ക്രൈബ് ദ ഫിഷ് മൈഗ്രേഷൻ. അപ്പോൾ ഫിഷ് മൈഗ്രേഷനെ പറ്റി പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് മേയേഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ഫിഷ് മൈഗ്രേഷന് മെയിനായിട്ടും 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡയാഡ്രോമസ് ഫിഷസ്. ഓക്കെ, ഡയാഡ്രോമസ് ഫിഷസ്, പോട്ടാമോഡ്രോമസ് ഫിഷസ്, ദെൻ ഓഷ്യാനോഡ്രോമസ് ഫിഷസ്. ഇതിൽ ഡയാഡ്രോമസ് ഫിഷസിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. അനാഡ്രോമസ് ഫിഷസ്, കാറ്റഡ്രോമസ് ഫിഷസ് ആൻഡ് ആംഫിഡ്രോമസ് ഫിഷസ്. ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡയാഡ്രോമസ് ഫിഷസ്. സോ ദീസ് ആർ ട്രൂലി മൈഗ്രേറ്ററി ഫിഷസ് വിച്ച് മൈഗ്രേറ്റ് ബിറ്റ്വീൻ ദ സീ ആൻഡ് ഫ്രഷ് വാട്ടർ ആൻഡ് ആർ 3 ടൈപ്സ്. ഇതെന്ന് പറയുന്നത് ട്രൂലി ആയിട്ടുള്ള മൈഗ്രേറ്ററി ഫിഷസ് ആണ്. ഇവർ സീയിൽ നിന്നും മറൈൻ വാട്ടറിൽ നിന്നും ഫ്രഷ് വാട്ടറിലേക്കും, ഫ്രഷ് വാട്ടറിൽ നിന്നും മറൈൻ വാട്ടറിലേക്കും മാറി മാറി മൈഗ്രേറ്റ് ചെയ്യുന്ന ഫിഷസിനെയാണ് ഡയാഡ്രോമസ് ഫിഷസ് എന്ന് പറയുന്നത്. ഈ ഡയാഡ്രോമസ് ഫിഷസ് തന്നെ 3 ടൈപ്സ് ആണുള്ളത്. അല്ല, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അനോഡ്രോമസ് ഫിഷസ് ആണ്. സോ ഡയാഡ്രോമസ് ഫിഷസ് വിച്ച് സ്പെൻഡ് എ മേജർ പാർട്ട് ഓഫ് ദെയർ ലൈഫ് ഇൻ ദ സീ ബട്ട് മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഡ്യൂറിങ് ബ്രീഡിംഗ് പീരീഡ് ഫോർ സ്പോണിങ്. അപ്പം അനാഡ്രോമസ് ഫിഷസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പം ഡയാഡ്രോമസ് ഫിഷസ് എന്ന് പറയുന്നത് അവർ മെജോറിറ്റി ഓഫ് ദിയർ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് സീ വാട്ടർ അഥവാ മറൈൻ വാട്ടറിലാണ്. പക്ഷേ അവർ ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രീഡിങ്ങിനും അതുപോലെ തന്നെ സ്പോണിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ദസ് മെനി മറൈൻ ഫിഷസ് ലൈക്ക് സാൽമൺസ്, ലാംബ്രേ, ഹിൽസ travel long distance in the sea and run up the river to spawn in fresh water. അപ്പം ഈ സാൽമൺസ്, അപ്പോൾ അനാഡ്രോമസ് ഫിഷസിന് എക്സാമ്പിൾസ് ഏതാണെന്ന് വെച്ചാൽ
സാൽമൺസ് ഉണ്ട്, ലാംബ്ര ഉണ്ട്, ഹിൽസയുണ്ട്. ഇവർ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഫ്രഷ് വാട്ടർ, റിവർ വാട്ടറിൽ എത്തിയിട്ടാണ് സ്പോൺ ചെയ്യുന്നത്. Then salmon and hilsa have been found to travel several thousand kilometers in the sea, then several hundred kilometers inland to reach the spawning ground. After egg laying, the spent fishes return to feeding places in the sea. അതായത് ബ്രീഡിങ്ങിന് ശേഷം ഇവർ തിരിച്ച് എവിടെയാണ് സീ വാട്ടറിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അതിൽ തന്നെ സാൽമണ്ണും ഹിൽസയ്ക്ക് ഏകദേശം 1000 കിലോമീറ്റേഴ്സ് വരെ സഞ്ചരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇതാണ്. അവരെങ്ങനെയാണ് മറൈൻ വാട്ടറിൽ നിന്നും ഫ്രഷ് വാട്ടറിലെത്തും, അവിടെ അവർ എഗ് ലേ ചെയ്യും, അതിനുശേഷം എന്താണ് തിരിച്ചവർ മറൈൻ വാട്ടറിലേക്ക് എത്തും. ദെൻ ഇതിനകത്ത് സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കാറ്റഡ്രോമസ് ഫിഷസ് ആണ്. കാറ്റഡ്രോമസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവർ മെജോറിറ്റി ഓഫ് ദി ലൈഫ് അവർ സ്പെൻഡ് ചെയ്യുന്നത് ഫ്രഷ് വാട്ടറിലാണ്. പക്ഷേ അവർ സീ വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് തിരിച്ച്. സോ ദാറ്റ്സ് ദ ഫ്രഷ് വാട്ടർ ഈൽ, അതായത് ഫ്രഷ് വാട്ടർ ഈൽ ആംഗുലിയ ട്രാവൽ സെവറൽ തൗസൻഡ് കിലോമീറ്റർ സ്റ്റാർട്ടിങ് ഫ്രം ദ റിവേഴ്സ് ആൻഡ് റീച്ചിങ് ദ സ്പോണിങ് ഗ്രൗണ്ട്സ് ഇൻ ദ സീ. അപ്പോൾ കാറ്റഡ്രോമസ് എന്ന് പറയുമ്പോൾ അനാഡ്രോമസിന് ഓപ്പോസിറ്റാണ്. ഒരു മെജോറിറ്റി ഓഫ് ദി ലൈഫ് അവർ ഫ്രഷ് വാട്ടറിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അവർ സീ വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും ഫോർ ദ ബ്രീഡിങ് പർപ്പസ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈൽ അഥവാ ആംഗുലിയ. ഓക്കെ, ഈൽ ആംഗുലിയാണ് എക്സാമ്പിൾ. അപ്പോൾ അവരുടെ ഒരു ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അവർ മെജോറിറ്റി ഓഫ് ദി ലൈഫ് ഫ്രഷ് വാട്ടറിലായിരിക്കും, മറൈൻ വാട്ടറിൽ എത്തിയിട്ട് അവർ ബ്രീഡിങ് ചെയ്യും. The third category is amphidromous ആണ്. These are diatromous fishes in which migration from fresh water to sea and vice versa for the purpose of breeding. Amphidromous എന്ന് പറഞ്ഞാൽ എന്താണ്? They are both catadromous and anadromous. അതായത് അവർക്ക് എന്താണ്, മറൈൻ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്കും ഫ്രഷ് വാട്ടറിൽ നിന്ന് മറൈൻ വാട്ടറിലേക്കും ബ്രീഡിങ് പർപ്പസിനായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഒക്കോഴ്സ് റെഗുലർലി അറ്റ് സം undefinite stage of their life cycle. ആംഫിഡ്രോമസ് ഫിഷസിൻ്റെ കേസിൽ അവർ ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ല മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ഏതെങ്കിലും അവരുടെ ലൈഫിലെ ലൈഫ് സ്റ്റേജിലെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്, ബ്രീഡിങ് പർപ്പസിനല്ല. ഓക്കെ, ആംഫിഡ്രോമസ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിൽ നിന്ന് മറൈൻ വാട്ടറിലേക്കും മറൈൻ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന ഡയാഡ്രോമസ് ഫിഷസ് ആണ്. പക്ഷേ അവർ ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയിട്ടല്ല മൈഗ്രേറ്റ് ചെയ്യുന്നത്, നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ബ്രീഡിങ്. ഓക്കെ, ഇതിനകത്ത് വരുന്നത് സം ഗോബീസ്. ഈ കാറ്റഗറിയിൽ ആംഫിഡ്രോമസിൽ വരുന്ന ഫിഷസ് ആണ് ഗോബീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് പോട്ടാമോഡ്രോമസ് ഫിഷസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ട്രൂലി മൈഗ്രേറ്ററി ഫിഷസ് ആണ്. ഹൂസ് മൈഗ്രേഷൻ റിമെയിൻ കൺഫൈൻ ടു ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിൽ മാത്രം മൈഗ്രേറ്റ് ചെയ്യുന്ന ഫിഷസിനെ പറയുന്ന പേര് ചോദിച്ചിട്ടുണ്ട്. അതാണ് പോട്ടാമോഡ്രോമസ് ഫിഷസ്. ഇതിന് എക്സാമ്പിളാണ് കാർപ്പ്, ട്രൗട്ട്, ഇതെല്ലാം തന്നെ. ഓക്കെ, ദേ ട്രാവൽസ് ലോങ് ഡിസ്റ്റൻസ് ഇൻ ലാർജ് റിവേഴ്സ് ഇൻ സെർച്ച് ഓഫ് സ്പോണിങ് ഗ്രൗണ്ട്സ്. ഓക്കെ, ആഫ്റ്റർ എഗ് ലേയിങ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസസ് ദേ റിട്ടേൺ ടു ദ ഫീഡിങ് ഏരിയ. എഗ് ലേ ചെയ്തിട്ട് അവർ തിരിച്ച് ഫീഡിങ് ഏരിയയിലെത്തും. പക്ഷേ ഇതെല്ലാം തന്നെ നടക്കുന്നത് ഫ്രഷ് വാട്ടറിൽ തന്നെയാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് കാർപ്പും ട്രൗട്ട്സും ആണ്. സോ ഇതാണ് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിൽ മാത്രം നടക്കുന്നതാണ് പോട്ടാമോഡ്രോമസ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ദ ലാസ്റ്റ് വൺ ഈസ് ഓഷ്യാനോഡ്രോമസ് ഫിഷസ് ആണ്. ഓഷ്യാനോഡ്രോമസ് ഫിഷസ് എന്ന് പറയുന്നത് ട്രൂലി മൈഗ്രേറ്ററി ഫിഷസ് ആണ്, വിച്ച് ലീവ് ആൻഡ് മൈഗ്രേറ്റ് ഇൻ ദ സീ. ആ പേരിൽ തന്നെയുണ്ട്, ഓഷ്യൻ എന്നുള്ള പേര് വെച്ച് ഓർത്താൽ മതി. അവർ എവിടെയാണ്, സീയിൽ തന്നെയാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. മെനി മറൈൻ ഫിഷസ് ലൈക്ക് ദ കോഡ്, ദ ഹിയറിങ്സ്, മാക്കറൽസ്, ട്യൂണാസ്, ഇതെല്ലാം തന്നെ എന്താണ്, ഓഷ്യാനോഡ്രോമസ് ആയിട്ടുള്ള ഫിഷസ് ആണ്. അവരും ഇതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് സീയിൽ ട്രാവൽ ചെയ്യും. എന്നിട്ട് എഗ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അവരുടെ ഫീഡിങ് ഏരിയയിലേക്ക് അവർ തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൈഗ്രേറ്ററി ഫിഷസ് ആണ് ഓഷ്യാനോഡ്രോമസും
പൊട്ടാമോഡ്രോമസും. ഈ പൊട്ടാമോഡ്രോമസ് എന്ന് പറയുന്നത് അവർ ഫ്രഷ് വാട്ടറിൽ തന്നെയാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഓഷ്യാനോഡ്രോമസ് എന്ന് പറയുന്നത് സീ വാട്ടറിൽ തന്നെയാണ് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആൻഡ് കൺട്രോളിങ് ദ മൈഗ്രേഷൻ നോക്കാം. മൈഗ്രേഷൻ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ് വിച്ച് മേ ബി ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. അപ്പം മൈഗ്രേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഫിസിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, കെമിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ബോട്ടം മെറ്റീരിയൽസ്, സീയുടെ ബോട്ടം മെറ്റീരിയൽസ്, ഡെപ്ത് ഓഫ് ദി വാട്ടർ, ടെമ്പറേച്ചർ, ലൈറ്റ് ഇൻറ്റൻസിറ്റി, ഫോട്ടോ പീരീഡ്, കറണ്ട് ടർബിഡിറ്റി, ഇതൊക്കെയാണ് ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് സലൈനിറ്റി ഓഫ് ദി വാട്ടർ, pH ഓഫ് ദി വാട്ടർ, സ്മെൽ ആൻഡ് ടേസ്റ്റ് ഓഫ് ദി വാട്ടർ ഒക്കെയാണ് കെമിക്കൽ ഫാക്ടറായിട്ട് വരുന്നത്. ദെൻ ബയോളജിക്കൽ ഫാക്ടർ ഏതാണെന്ന് വെച്ചാൽ മൈഗ്രേഷൻ, അത് സെക്ഷൽ മെച്യൂരിറ്റി, അതായത് എപ്പോഴാണ് ഈ ഫിഷസ് സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തുന്നത് അപ്പോൾ മാത്രമേ അവർ മൈഗ്രേറ്റ് ചെയ്യത്തുള്ളൂ, അതൊരു ബയോളജിക്കൽ ഫാക്ടറാണ്. പിന്നെ ഫിഷസിൻ്റെ ബ്ലഡ് പ്രഷർ, ഫുഡ്, മെമ്മറി, ഫിസിയോളജിക്കൽ ക്ലോക്ക്, എൻഡോക്രൈൻ ഗ്ലാൻസ്, അതായത് ഹോർമോൺ സെക്രിയേറ്റ് ചെയ്യുന്ന ഗ്ലാൻസ്, അതുപോലെ തന്നെ ഈ പ്രിഡേറ്റേഴ്സിൻ്റെ പ്രസൻസും ആബ്സെൻസും, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ, ഇതിനെല്ലാം തന്നെ അഫക്റ്റ് ചെയ്യും, ഈ മൈഗ്രേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിഷ് മൈഗ്രേഷനിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ ഓരോ, അതായത് നമ്മൾ പറഞ്ഞല്ലോ മെയിനായിട്ട് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന്. ഈ 3 ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ഡയഗ്രാമസിൽ വരുന്ന 3 കാറ്റഗറിയും ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എക്സാമ്പിൾ സഹിതം പഠിച്ചു വെക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.